പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനത്ത് അല്പസമയത്തിനകം തന്നെ തുടങ്ങും. രാഹുൽ ഗാന്ധിയാണ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അമൽ തേനംപറമ്പൻ വിവരങ്ങളുമായി. അമൽ, ഒരു മാസത്തിലധികം നീണ്ട യാത്ര, അതിനൊക്കെ ഒടുവിൽ വലിയ പ്രഖ്യാപനങ്ങൾ അടക്കം പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ സമാപന സമ്മേളനത്തിൽ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര 25 ദിവസങ്ങൾ 121 വേദികളെല്ലാം പിന്നിട്ട് സംവാദങ്ങളും അതോടൊപ്പം തന്നെ ചർച്ചകളും എല്ലാം പൂർത്തിയാക്കിയപ്പോൾ സമാപനത്തിലേക്ക് കടക്കുകയാണ്. വട്ടിയൂർക്കാവ്, നേമം തുടങ്ങിയ മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് വി.ഡി. സതീശനൊപ്പം ഇപ്പോൾ റാലിയിലുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും റാലി ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് ഈ റാലി എത്തിച്ചേരും. അവിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാകും ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക. ഈ പരിപാടി നടന്നിടങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ടുണ്ട്. ആ ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് പങ്കുവെക്കുകയാണ്. മാത്രമല്ല, സ്റ്റേജിലെ ഉന്തുന്തള്ളുമടക്കമുള്ള വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ, അത്തരത്തിലുള്ള പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ ചില വിഷയങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ നേതൃത്വത്തിൽ ഒരു ഐക്യമുണ്ടാക്കാൻ ഈ റാലിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, യു.ഡി.എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടെയാണ് പുതുയുഗയാത്രയും നയിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് ഈ റാലി എത്തും. വലിയ പ്രവർത്തക പങ്കാളിത്തം എല്ലാ പരിപാടികളിലും ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ആള് കുറഞ്ഞതിന്റെ പേരിൽ ഒരിടത്തും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല, ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകളുമെല്ലാം സജീവ ചർച്ചയാക്കി നിർത്താൻ കഴിഞ്ഞു. ആ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റാലിയെ വിലയിരുത്തുമ്പോൾ യു.ഡി.എഫ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ട് സ്ഥാനാർത്ഥി ചർച്ചകളുടെ ദിവസങ്ങളാണ്. യു.ഡി.എഫ് സജീവമായി തന്നെ ആ ചർച്ചകളിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ ചർച്ചകൾക്കെല്ലാം അപ്പുറത്തേക്ക് ഒരു അന്തിമ ധാരണയിലേക്ക്, അന്തിമ ചർച്ചയിലേക്ക് കടക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഒബൈ താമര ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലൊക്കെ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുതുയുഗയാത്ര നൽകിയ ആവേശം ഉൾക്കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള തീരുമാനമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സമാപന സമ്മേളനത്തിലും വലിയ ആൾക്കൂട്ടത്തെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ്. അവിടെ പരിപാടികൾ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് കൂടി അവിടേക്ക് എത്തുന്നതോടെ സമാപന സമ്മേളനം ആരംഭിക്കും. ആര്യ, അമൽ, ഇതിപ്പോൾ ഒരു യു.ഡി.എഫിന്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു തുടക്കം ആ നിലയ്ക്ക് കൂടി കണ്ടുകൂടെ? അങ്ങനെയെങ്കിൽ ഈ യാത്ര അവസാനിച്ച് തിരിച്ചെത്തുന്നതോടുകൂടി പൂർണ്ണമായും ഒരു പ്രചാരണ മൂഡിലേക്ക്, ആ മോഡിലേക്ക് യു.ഡി.എഫും കോൺഗ്രസും കടക്കുകയാണോ? തിരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പുതുയുഗയാത്രയെ കാണുന്നത്. എൽ.ഡി.എഫ് ആണെങ്കിൽ 3 മേഖലാ ജാഥകൾ നടത്തി. ആ മേഖലാ ജാഥയിലെ ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ച കാര്യത്തിലൊക്കെ CPI പോലും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ആളുകൾ കുറവായിരുന്നു പരിപാടികൾക്ക്. കൃത്യമായി തന്നെ ആ ജാഥയുടെ സന്ദേശം പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് CPI പോലും ഉന്നയിച്ച വിമർശനം. പക്ഷേ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ വലിയ വിജയമായിരുന്നു യാത്ര എന്നുള്ളത് തന്നെയാണ്. യാത്രയിൽ പ്രവർത്തക പങ്കാളിത്തത്തിന് ഒരിടത്തും കുറവുണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി ഇപ്പോൾ നേതൃത്വത്തിന്റെ അത്തരത്തിലൊരു വിലയിരുത്തലാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ പാർട്ടിയുടെ പുനഃസംഘടന എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായി നിൽക്കുകയായിരുന്നു. പലയിടങ്ങളിലും താഴെത്തട്ടിൽ മണ്ഡല കമ്മിറ്റികളും അതോടൊപ്പം തന്നെ ബ്ലോക്ക് കമ്മിറ്റികളും എല്ലാം നിശ്ചലമായി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നും അതിനിപ്പോൾ ഒരു പുനഃസംഘടന നടത്തി അതിനെ ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല, കോൺഗ്രസിൽ അത്തരത്തിലൊരു പുനഃസംഘടനയൊക്കെ തിരക്കിട്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നാൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറികൾ എത്രത്തോളമാണ് എന്നുള്ള കാര്യം നേതൃത്വത്തിനും നല്ല ബോധ്യമുണ്ട്. അതിനാൽ അത്തരത്തിലൊരു പുനഃസംഘടനയിലേക്ക് പാർട്ടി പോയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും പാർട്ടിയിൽ പുനഃസംഘടന വേണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അങ്ങനെ പുനഃസംഘടന ഉണ്ടാകാത്ത ഒരു പാർട്ടി എങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ എന്തായാലും
ഈ പുനഃസംഘടന നടത്താതെ തന്നെ പാർട്ടിയെ താഴെ തട്ടിൽ ചലിപ്പിക്കാൻ ഈ യാത്രയ്ക്കായിട്ടുണ്ട് എന്നുള്ളതാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ഇപ്പോഴെന്തായാലും പുത്തിരിക്കണ്ട മൈതാനിയിലേക്ക് ഈ റാലി എത്തുകയാണ്. നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അപ്രതീക്ഷിതമായ പ്രഖ്യാപനം, വമ്പൻ പ്രഖ്യാപനങ്ങൾ വല്ലതും രാഹുൽ ഗാന്ധി പുത്തിരിക്കണ്ട മൈതാനിയിൽ നടത്തുമോ എന്നുള്ളതാണ്. ഗ്യാരണ്ടി പദ്ധതി കർണാടകയിൽ നമ്മൾ കണ്ടതാണ്, തെലങ്കാനയിൽ കണ്ടതാണ്. നിരവധി സൗജന്യ പദ്ധതികളും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം പുറത്തു വന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിലൂടെയായിരുന്നു. അങ്ങനെ പുത്തിരിക്കണ്ട മൈതാനിയിൽ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര, KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് അടക്കമുള്ള ചില ആലോചനകൾ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പ്രകടന പത്രികയിൽ ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇന്ന് ഈ റാലിയുടെ സമാപന സമ്മേളന വേദിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ചില സസ്പെൻസുകൾ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള സസ്പെൻസ് ആണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ആരെങ്കിലും പാർട്ടിയിൽ ചേരുന്ന കാര്യത്തിലാണോ അതോ ഇത്തരത്തിലെന്തെങ്കിലും പ്രഖ്യാപനം നടത്തുന്ന കാര്യത്തിലാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും തന്നെ പുത്തിരിക്കണ്ട മൈതാനിയിലേക്ക് എത്തിച്ച് അമൽ, രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ പരിപാടിയിലേക്ക് ഐഷ പോറ്റി വന്നിറങ്ങി വിസ്മയം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാനമായ രാഹുൽ ഗാന്ധി വരുന്ന വേദിയിൽ സമാനമായ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, അതിൽ തന്നെ ഒരു പ്രചാരണം തുടങ്ങുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉള്ളതായി നമുക്ക് പുറത്തേക്ക് സൂചനകൾ വരുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയ ഒരു മൊമെൻറ്റം ഉണ്ട്. അത് എത്രത്തോളം ഈ യാത്ര കൊണ്ട് അതിനെ അതുപോലെ നിലനിർത്താനും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാനും പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ട്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടാനായത്. അത് UDF താഴെത്തട്ടിലെ പ്രവർത്തനം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നേതൃത്വം അതിനെ കാണുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു വട്ടം കൂടി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമായി, അല്ലെങ്കിൽ ഒരു വട്ടം കൂടി ആളുകളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരമായാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF പുതിയയാത്രയെ കണ്ടത്. മലബാർ മേഖലയിലൊക്കെ വലിയ ജനപങ്കാളിത്തം, പ്രവർത്തക പങ്കാളിത്തം ഈ റാലിയിലുണ്ടായിരുന്നു. അത് മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോഴും തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോഴും അതേ പങ്കാളിത്തം തുടരാൻ കഴിയുമോ, അതേ ആൾക്കൂട്ടം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം പല നേതാക്കളും തന്നെ ചോദിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് പരിപാടി സമാപിക്കുമ്പോഴും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളും ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകളുമെല്ലാം എല്ലാ വേദികളിലും ചർച്ചയാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ പാർട്ടി ഇല്ലായിരുന്നിട്ട് പോലും ജനങ്ങൾ UDF കോൺഗ്രസിനും ഒപ്പം നിന്നു. ആ വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ സമാഹരിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റണമെന്നുള്ളതാണ് ഈ യാത്രയിലുടനീളം നേതാക്കൾ ചിന്തിച്ചത്. അതിനനുസരിച്ചുള്ള പരിപാടികളുമാണ് എല്ലായിടങ്ങളിലും നടന്നു പോയിരുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും ആ ദിവസം യാത്ര തുടങ്ങുന്നതിന് മുൻപായി നാട്ടിലുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ സമാഹരിച്ച് പ്രകടന പത്രികയിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു തീരുമാനം. അതിനനുസരിച്ച് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും വിവിധ വിഭാഗങ്ങളുമായി, തൊഴിലുറപ്പ് അംഗൻവാടി ടീച്ചർമാരുമായി, IT പ്രൊഫഷണലുകളുമായൊക്കെ സംവാദങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്നു. ഹെൽത്ത് കോൺക്ലേവ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച കൂടി യാത്രക്കിടയിൽ നടന്നിട്ടുണ്ട്. എല്ലാം സമാഹരിച്ച ഒരു പ്രകടന പത്രിക പരിപാടി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് തിരിച്ചെത്താം.